ചോദിക്കാനുള്ള ചേച്ചിയോട് ഇപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ പ്രിൻസൺ ഫാമിലി എന്ന പടത്തില് ദിലീപിന്റെ കൂടെ വർക്ക് ചെയ്തല്ലോ. അപ്പൊ ആ പടത്തിൽ നിന്നും ഈ ഒരു പടത്തിലേക്ക് എത്തുമ്പോൾ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആ ദിലീപിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഇപ്പോ അത് ഒരു നടനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു നടിയെ സംബന്ധിച്ചോളം അവരൊക്കെ അത് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത്, അത് കോമഡിന്നോ പിന്നെ വില്ലനോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല. ഏത് വേഷം കിട്ടിയാലും അത് വിജയിപ്പിക്കാൻ സാധിക്കും. പിന്നെ അതിനകത്ത് റിസ്ക് എന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല. ചേച്ചിയോട് ഇപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ പ്രിൻസൺ ഫാമിലി എന്ന പടത്തില് ദിലീപിന്റെ കൂടെ വർക്ക് ചെയ്തല്ലോ. അപ്പൊ ആ പടത്തിൽ നിന്നും ഈ ഒരു പടത്തിലേക്ക് എത്തുമ്പോൾ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആ ദിലീപിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഇപ്പോ ആ പടം കണ്ടു പറയാമോ? എന്നാലും ചോദിച്ചത് കണ്ടപ്പോ. ദിലീപേട്ടന്റെ കൂടെ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ പോലെയല്ല ഇതിലൊരു ഒരു ടിപ്പിക്കൽ അമ്മയുടെ പേടിയുണ്ടാവും ദിലീപിന്റെ കൂടെ അഭിനയിച്ചപ്പോ? പേടിയിൽ കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മള് ചെറുപ്പത്തിലെ തൊട്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. ഒരു കോമഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, അതില് കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാലയായിരുന്നു. വേറൊരു പടത്തിന്റെ ഒരു പരിചയത്തില് എന്നോട് വന്ന് ഒന്ന് ഓഡീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ മീറ്റിംഗ് എന്നാ പറഞ്ഞിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഓഡീഷൻ ആയിരുന്നു. ഓഡീഷൻ ചെയ്തപ്പോൾ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ കൺഫേം ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് പ്രിൻസായിട്ട് വരുന്നത് ദിലീപേട്ടനാന്ന് അറിയില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് എന്നോട് പറയണത് ദിലീപേട്ടനാണ് ആ ക്യാരക്ടർ. അതിലും മുന്നേ രേഖാചിത്രത്തിൽ അനശ്വരരാജന്റെ അമ്മയായിരുന്നു. പത്മിനിയിൽ അനശ്വരയുടെ അമ്മയുടെ ആയിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ. അങ്ങനെ പടങ്ങൾ തുടക്കം തൊട്ട് ഞാൻ എൻ്റെ 369 ആയിരുന്നു എൻ്റെ തുടക്കത്തിലത്തെ. ആലിയിലത്തെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് ഇതില് ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നായികയുടെ അമ്മയായിട്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഓണക്കാലം വരികയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ചും കുടുംബ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കാറ്. ഈ സിനിമ അങ്ങനെയുള്ള ഒരു ചിത്രമാണ് ആലി എന്നുള്ള സിനിമ. ഒരു കുടുംബത്തിൽ നടക്കണ നമ്മൾക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിങ് സബ്ജക്റ്റ് ഉണ്ട്, ഇമോഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാ സംഭവവും ഈ ആലി എന്നുള്ള സിനിമയിലുണ്ട്. അപ്പോൾ അതിൽ നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു ചിത്രമാണ്. ഇതിൽ എടുത്തു പറയാനുള്ളത് ലേഡി ഡയറക്ടറുടെ ഒരു മൂവിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലേഡി ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഒരു റോള് തരുമ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരു ലേഡി ഡയറക്ടറെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ആ ഒരു ഇതും കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഒരു തറവാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണത്. അപ്പോൾ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഓവറോൾ ഇതിൽ പാട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഇതിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.